എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ പുതിയതായിട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറേ നഴ്സസ് റെഗുലറായിട്ട് നമ്മളെടുത്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണോ? ഫ്രഷർ ആയിട്ടുള്ള നഴ്സിന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ? എക്സ്പീരിയൻസ് ഗ്യാപ്പ് പ്രശ്നമാണോ? ഇപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അങ്ങനെയുള്ളവരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവർക്കും ഓസ്ട്രേലിയൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ സ്റ്റേജ് രജിസ്ട്രേഷൻ എല്ലാം കിട്ടിയതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയും ആവും. ഈ കഴിഞ്ഞ 7th December 2024 ഓസ്ട്രേലിയൻ വിസയായ സബ് ക്ലാസ് 482 പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സബ് ക്ലാസ് 482 എന്ന് പറയുമ്പോഴേക്കും ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസയാണ്. വർക്ക് വിസ എന്ന് പറഞ്ഞാൽ മാത്രമാണ് അധികം ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഈ വിസ ഇപ്പോൾ മാറിയിട്ട് സബ് ക്ലാസ് 482 SID വിസ എന്നാക്കിയിട്ടുണ്ട്. SID മീൻസ് സ്കിൽ ഇൻ ഡിമാൻഡ്. സബ് ക്ലാസ്സിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിലും അതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഒക്യുപ്പേഷൻ ആളുകൾക്ക് വേണ്ടിയിട്ട് പുറത്ത് നിന്ന്, അതായത് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന കാറ്റഗറി വിസയാണ് സബ് ക്ലാസ് 482. അതിൻ്റെ റിക്വയർമെൻറ്റ്സിലാണ് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഓസ്ട്രേലിയയിലെ പല ജോലികൾക്കും ഡയറക്റ്റ് അവിടെ നിന്ന് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് വേറെ പല രാജ്യങ്ങളിൽ നിന്ന് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന വിസയാണ് വർക്ക് വിസ എന്ന് പറയുന്നത്. എല്ലാ ജോബിനും സ്കോപ്പില്ല. ഒരു സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള എംപ്ലോയീസിനെ മാത്രമാണ് ഈ ഒരു 482 വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ വിസയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ 482 സബ് ക്ലാസ് വിസയിനെ പറയുന്നത് TSS വിസ എന്നായിരുന്നു, ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ. ഇപ്പോൾ അതിൻ്റെ സബ് ക്ലാസ് നിലനിർത്തിക്കൊണ്ട് പേരിൽ മാറ്റം വന്നിരിക്കുന്നത് SID വിസ എന്നാണ്. സബ് ക്ലാസ് 482 SID വിസ, സ്കിൽ ഇൻ ഡിമാൻഡ്. ഈ സബ് ക്ലാസ് 482 വിസ കിട്ടി ഓസ്ട്രേലിയയിൽ ഒരു ജോബിൽ കയറണമെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയർ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരണം. ആ ഒരു പെർട്ടിക്കുലർ എംപ്ലോയറുടെ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അവർ ഓഫർ ലെറ്റർ തരും. ഈ ഓഫർ ലെറ്റർ വെച്ചിട്ട് വിസയുടെ നോമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. ഇമിഗ്രേഷൻ നോമിനേഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് വിസയായ 482 SID അപ്ലൈ ചെയ്യാവുന്നതാണ്. പല കാറ്റഗറിയിൽ ഈ വിസ വരുന്നുണ്ടെങ്കിലും ഇതിന് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് ഓരോ പ്രൊഫഷൻ അനുസരിച്ച് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് മാറുന്നുണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് വേണ്ടി വരുന്ന കേസസ് ഉണ്ട്. മെഡിക്കൽ എന്തായാലും ആവശ്യം വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ, ഒരു പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇങ്ങനെ കുറേ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് ഈ ഒരു വിസയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് മെയിനായിട്ട് വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആണ്. നേരത്തെ ഈ ഒരു വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 5 വർഷം നോക്കുമ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആ ഒരു പെർട്ടിക്കുലർ ജോബിൽ വേണമായിരുന്നു. പക്ഷേ 7th December 2024 മുതൽ ഈ 2 വർഷം എന്നുള്ള എക്സ്പീരിയൻസ് കുറച്ച് 1 വർഷമാക്കിയിട്ടുണ്ട്. ഇതിന് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ജോബ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ ജോബ് വേക്കൻസി അത് സ്കിൽഡ് ലിസ്റ്റിലുള്ളതാണ്. എൻജിനീയേഴ്സിൻ്റെത് വരുന്നുണ്ട്, അക്കൗണ്ടൻസിൻ്റെത് വരുന്നുണ്ട്, അങ്ങനെ കുറേ കാറ്റഗറി വരുന്നുണ്ട്. ആ ഒരു ജോബിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ വലിയൊരു റിക്വയർമെൻറ്റ് തന്നെയാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ലാസ്റ്റ് 5 വർഷം നോക്കുമ്പോൾ 2 വർഷം എക്സ്പീരിയൻസ് വേണ്ടായിരുന്നത് ഇപ്പോൾ 1 year ആക്കി കുറച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഈ ഒരു റിലാക്സേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡെസ്മ ഇൻ്റർനാഷണൽ ഫോക്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നഴ്സസിന് ഈ ഒരു വിസ എങ്ങനെ ഹെൽപ്ഫുൾ ആവുമെന്ന് നമുക്ക് നോക്കാം. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കുറേ നഴ്സസ് റെഗുലറായിട്ട് നമ്മളെടുത്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണോ? ഫ്രഷർ ആയിട്ടുള്ള നഴ്സിന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ? എക്സ്പീരിയൻസ് ഗ്യാപ്പ് പ്രശ്നമാണോ? അതായത് ക്വാളിഫിക്കേഷൻ BSc നഴ്സ് ഓർ MSc വാട്ട് എവർ ഇറ്റ് ഈസ് അത് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വർക്ക് ചെയ്യാൻ കയറി. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് രജിസ്ട്രേഷൻ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുമോ? ഇങ്ങനത്തെ കുറേ എൻക്വയറീസ് നമുക്ക് യൂട്യൂബിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല.
ലാസ്റ്റ് 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെറും 3 മാസത്തെ, അതല്ലാന്നുണ്ടെങ്കിൽ 450 മണിക്കൂർ RN എക്സ്പീരിയൻസ് മതി. പക്ഷേ രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. രജിസ്ട്രേഷൻ കിട്ടിയിട്ട് എല്ലാവരുടെയും എയിം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ പ്ലേസ്ഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വിസയിൽ ക്ലാസ് 482 വന്ന മാറ്റങ്ങൾ റീസെൻറ്റ് ഗ്രാജുവേറ്റ്സിനും ഗ്യാപ്പ് ഉള്ള നഴ്സസിനും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 450 hours എക്സ്പീരിയൻസ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് മതി. എന്നാൽ വർക്ക് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിനിമം 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ്. ലാസ്റ്റ് 5 വർഷത്തിൽ 1 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണെന്ന് അർത്ഥം. ഇപ്പോൾ പഠിച്ച് ഇറങ്ങിയ ഒരു നഴ്സ് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു, അവർക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ലൈസൻസ് മാത്രമേ ഉള്ളൂവെങ്കിലും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം. സാലറി അക്കൗണ്ടിൽ തന്നെ വാങ്ങിക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെ സ്റ്റിൽ വർക്കിംഗ് ആയിട്ട് പ്രോസസ്സും കണ്ടിന്യൂ ചെയ്ത് വരുവാണെങ്കിൽ 1 year എക്സ്പീരിയൻസ് ആവും. കാരണം പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 1 year എടുക്കും. ഈ ഒരു 1 yearനുള്ളിൽ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാം. ഫൈനൽ സ്റ്റേജിൽ വർക്ക് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടുകയും ചെയ്യും. ബാച്ചലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഒരു 7-8 വർഷം ഗ്യാപ്പ്, അവരുടെ പേഴ്സണൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെക്കുക. അത് കഴിഞ്ഞ് അവരിപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അങ്ങനെയുള്ളവരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവർക്കും ഓസ്ട്രേലിയൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ സ്റ്റേജ് രജിസ്ട്രേഷൻ എല്ലാം കിട്ടിയതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയും ആവും. കുറേ നഴ്സസ് പ്രോസസ്സ് ചെയ്യാതെ ഗ്യാപ്പ് പ്രശ്നമാണ്, അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് ഹെൽപ്ഫുൾ ആവും. ക്ലാസ് 482 SID വിസയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എക്സ്പീരിയൻസ് കുറച്ചു എന്നുള്ളതാണ്. നേരത്തെ 2 years എക്സ്പീരിയൻസ് വേണമായിരുന്നു, ഇപ്പോൾ അത് 1 year ആക്കി കുറച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ പുതിയതായിട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇമിഗ്രേഷൻ റിക്വയർമെൻറ്റിൽ ഈ ഒരു റിലാക്സേഷൻ കൊണ്ടുവന്നത് കൊണ്ട് ഇനി ഒത്തിരി നഴ്സസിന് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ഡയറക്റ്റ് നോക്കാവുന്നതാണ്. ന്യൂസിലൻഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ന്യൂസിലൻഡിൽ 1800 hours എക്സ്പീരിയൻസ് വേണം. ഓസ്ട്രേലിയ ആണെങ്കിൽ എക്സ്പീരിയൻസ് കുറച്ച് മതി. സോ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്സ്പേർട്ട് ടീം നിങ്ങളെ ഗൈഡ് ചെയ്യും.